ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വികസിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വൈദ്യപരിശോധന പൂർത്തിയായി. പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. റിനു ശ്രീധർ ലൈനിലുണ്ട്. റിനു, ഇനിയിപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്, അതല്ലേ ഇനി അടുത്ത നടപടിക്രമം? തീർച്ചയായും ദിലീപ്, അല്പസമയം മുമ്പാണ് ദിലീപ് കുമാർ നമ്മുടെ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് നമ്മൾ മികച്ച ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറമാൻ സന്തോഷ് നൽകിയത്. പത്മകുമാറിനെ PHQ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നു. ജനറൽ ആശുപത്രിയിലെത്തി വൈദ്യപരിശോധന നടത്തുന്നു. വൈദ്യപരിശോധന നടത്തിയതിനു ശേഷം അദ്ദേഹത്തെയും കൊണ്ട് കൊല്ലത്തേക്ക് തിരിച്ചിരിക്കുന്നു എന്നുള്ള നിർണായക വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അദ്ദേഹത്തെ ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കൂടി നേരിട്ട് ഈ വാഹനത്തിന് അകമ്പടി ആയി ഉണ്ട് എന്നുള്ളതാണ്. SP ശശിധരനുണ്ട്. 3 പോലീസ് വാഹനങ്ങളുടെ കൂടി പ്രത്യേക സുരക്ഷയോട് കൂടിയാണ് ഈ ബൈപ്പാസ് വഴി, അതായത് ഈഞ്ചക്കൽ ബൈപ്പാസ് വഴി കൊല്ലത്തേക്ക് തിരിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. എന്തായാലും വലിയ ഒരു ഇടപെടലിലേക്ക് SIT പോയിരിക്കുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം CPIMന്റെ ഒരു നേതാവിനെ കൂടി, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയാണ് എ പത്മകുമാർ. അദ്ദേഹത്തെ നേതൃത്വം ഒക്കെ തന്നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. വളരെ നിറപുഞ്ചിരിയോടുകൂടിയാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളുടെ പ്രതികരണത്തിന് ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും, മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും വലിയ പുഞ്ചിരി മാത്രമാണ് നൽകിയത്. പോലീസ് ഡോക്ടർ വൈദ്യപരിശോധന നടത്തുമ്പോഴും വലിയ രീതിയിലുള്ള പുഞ്ചിരി മാത്രമാണ് ക്യാമറയിലേക്ക് നോക്കി അദ്ദേഹം നൽകിയത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. എന്തായാലും അസാധാരണമായിട്ടുള്ള ഒരു നടപടി എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ മുന്നേറ്റത്തിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീം പോയിരിക്കുന്നു എന്നുള്ളതാണ്. പത്തനംതിട്ട CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് എ പത്മകുമാർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. എന്തായാലും ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കട്ടളപ്പാളി ചെമ്പെന്ന് എഴുതി ചേർക്കുവാൻ വേണ്ടി ദേവസ്വം രേഖകളിൽ എഴുതി ചേർക്കുന്നതിന് വേണ്ടി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ നിർദ്ദേശം നൽകി എന്നുള്ളതാണ് ഈ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിലെ നിർണായകമായിട്ടുള്ള കണ്ടെത്തൽ നടത്തിയ, അല്ലെങ്കിൽ ഇതിൽ ഒരു ഇടപെടൽ നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി, 1-ാം പ്രതി, അദ്ദേഹം മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മറ്റുദ്യോഗസ്ഥരെ അടക്കം കസ്റ്റഡിയിലെടുത്തത്. എൻ വാസുവിന്റെ അറസ്റ്റോട് കൂടിയാണ് നിർണായകമായിട്ടുള്ള ചില കണ്ടെത്തലുകളിലേക്ക് SITക്ക് പോകാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. കാരണം അന്നത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണർ കൂടിയായിരുന്നു അദ്ദേഹത്തിന് ചോദ്യം ചെയ്തതിലാണ് എ പത്മകുമാറിന്റെ പങ്കെന്ത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള വിവരം SITക്ക് ലഭിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുകയും ഇന്ന് രാവിലെ 9:30 പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തുകയും 10:20 ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്ത ഏകദേശം 4.5 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം കൃത്യമായ അറസ്റ്റിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ്. എന്തായാലും നിലവിൽ ഈ പത്മകുമാറിന്റെ വീട്ടിലടക്കം വെച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തി കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന സ്വർണ്ണ കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തി എന്നുള്ളതാണ് ഈ വിജിലൻസ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. എത്താം. ഇപ്പോൾ ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നു. ഷഫീദ്, CPIMനെ സംബന്ധിച്ച് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കെ വലിയ പ്രതിരോധത്തിലേക്ക് CPM പോകുന്ന സാഹചര്യമല്ലേ? പ്രത്യേകിച്ച് CPIMന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് എ പത്മകുമാർ. അദ്ദേഹം 25-ാമത്തെ വയസ്സിൽ CPIMന്റെ ഏരിയ സെക്രട്ടറി ആകുന്നു. പത്തനംതിട്ട ജില്ല രൂപീകരിച്ച കാലം മുതൽ ജില്ലാ കമ്മിറ്റിയിൽ അംഗമാണ്. 30-ാം വയസ്സിൽ CPIMന്റെ 25-ാം വയസ്സിൽ ഏരിയ സെക്രട്ടറി ആയി. 30-ാം വയസ്സിൽ MLA, കോന്നിയിൽ നിന്ന് MLA ആകുകയും ചെയ്ത എ പത്മകുമാർ പിന്നീട് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നു. ഈ സ്വർണ്ണക്കൊള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ എ പത്മകുമാർ എന്ന നിലയിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഈ അറസ്റ്റിലേക്കൊക്കെ എത്തിച്ചിരിക്കുന്ന നടപടികളിലേക്ക് പോയിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്തുന്നു ഷഫീദ് ഈ എ പത്മകുമാറിന്റെ അറസ്റ്റും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ?
ദിലീപ് കുമാർ, നിലവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ദിവസമായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. അതിൽ ഏറ്റവും പ്രത്യേകിച്ച് ഇന്ന് CPM ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ തലവേദന അനുഭവിച്ചത്, അവരുടെ നെഞ്ചിൽ വലിയ തരത്തിൽ നെഞ്ചിടിപ്പുണ്ടാക്കിയ ഒരു ദിവസമായി ഇത് മാറുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനം. സാധാരണഗതിയിൽ നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചത് 10 മണിയോടുകൂടി തിരുവനന്തപുരത്തെത്തിയ പത്മകുമാറിനെ SIT ഒരു പക്ഷേ ചോദ്യം ചെയ്ത് വിട്ടയക്കും എന്നുള്ളതായിരുന്നു പലതരത്തിൽ പുറത്തേക്ക് വന്ന വിവരങ്ങൾ. എന്നാൽ വളരെ അപ്രതീക്ഷിതമായ ചോദ്യം ചെയ്യൽ പകുതിയോടടുക്കുമ്പോൾ അവർ അവരുടെ തീരുമാനം മാറ്റുന്നു. 5-ാം മണിക്കൂറിന് മുൻപ് അല്ലെങ്കിൽ 5-ാം മണിക്കൂറിൽ അവർ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. മാത്രവുമല്ല, ഇന്നത്തെ ഒരു ദിവസം നമ്മൾ അതിന്റെ ഒരു പോർട്ട്ഫോളിയോ തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്മകുമാർ സ്വർണ്ണക്കൊള്ളയിൽ ആര് എന്നുള്ളതിൽ കൃത്യമായ ഒരു ഉത്തരം ഒരുപക്ഷെ കൊല്ലം കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കി ആ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരു വ്യക്തമായ പിക്ചർ അതിനകത്ത് നമുക്ക് ഇന്ന് SITയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വരും മണിക്കൂറുകളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ. അതിൽ തന്നെ കഴിഞ്ഞ 2 ആഴ്ചയായി പത്മകുമാറിനെ കേന്ദ്രീകരിച്ചായിരുന്നു SITയുടെ അന്വേഷണം. കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായിട്ടുള്ള നിർണായക അറസ്റ്റായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന N. വാസു വരെയുള്ള പ്രതികൾ അവരുടെ ചോദ്യം ചെയ്യൽ നൽകിയ മൊഴി അതേ പത്മകുമാറിനെ വെട്ടിലാക്കി എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം. ഇനി നമ്മൾ ഓരോ വിവരങ്ങൾ കൃത്യമായി എണ്ണി പറഞ്ഞാൽ, ദിലീപ് കുമാർ, ഈ വിഷയത്തിൽ പത്മകുമാർ വെട്ടിലാകുന്നതിന്റെ ഏറ്റവും ഒന്നാമത്തെ കാര്യം അത് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പത്മകുമാറാണ് മുഖ്യ സൂത്രധാരൻ എന്നുള്ള SITയുടെ വിലയിരുത്തൽ, അവരുടെ കണ്ടെത്തൽ. ഇതടക്കം മുഴുവൻ വിഷയങ്ങളും ഇക്കാര്യത്തിൽ നിർണായകമായി. അതിനുശേഷമാണ് ഇക്കാര്യത്തിലെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതും. ദിലീപ് കുമാർ, ഇപ്പോൾ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിരുന്ന പത്മകുമാർ അറസ്റ്റിലായിരിക്കുകയാണ്. 6-ാമത്തെ ആളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലാകുന്നത്. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ശബരിമലയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു അറസ്റ്റിലാകുന്നു. ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന D. സുധീഷ് കുമാർ അറസ്റ്റിലാകുന്നു. തിരുവാഭരണം കമ്മീഷണറായിരുന്ന KS ബൈജു അറസ്റ്റിലാകുന്നു. പിന്നീട് ദേവസ്വം കമ്മീഷണറും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമായിരുന്ന N. വാസു അറസ്റ്റിലാകുന്നു. ഇപ്പോൾ ഇതാ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും CPIMന്റെ നേതാവും CPIMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാറും അറസ്റ്റിലായിരിക്കുകയാണ്. ഇനി ആരൊക്കെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പിടിയിലാകും എന്നറിയാനിരിക്കുന്നതേയുള്ളൂ. ഡിസംബർ 3-ാം തീയതി പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, അറസ്റ്റ് വിവരങ്ങൾ തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ, ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ വിവരങ്ങളൊക്കെ ഹൈക്കോടതിയെ അറിയിക്കാനിരിക്കുകയാണ്. അതിനു മുമ്പ് കൂടുതൽ പേർക്ക് പിടിവീഴുമോ എന്നതൊക്കെ ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ. ഏതായാലും ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും CPIMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLAയുമായ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. പത്മകുമാറിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ കൊല്ലത്തേക്ക് കൊണ്ടുപോവുകയാണ്. കൊല്ലത്ത് വിജിലൻസ് കോടതിയിലാണ് പത്മകുമാറിനെ ഹാജരാക്കുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളിലേക്ക്, കൂടുതൽ വിവരങ്ങളിലേക്കൊക്കെ ഉടൻ തിരികെ എത്താം. പത്മകുമാറുമായി കൊല്ലത്തേക്ക് തിരിച്ചിരിക്കുകയാണ് പോലീസ്. ഇനി നമ്മൾ പോകുന്നത്, പൊതുജനം കഴുതയല്ല സാർ, പോകുന്നത് ഒരു കലാപരിപാടിയിലേക്കാണ്. കാസർകോട്ടെയും തൃശ്ശൂരിലെയും DCC ഓഫീസുകളാണ് വേദികൾ. തെരഞ്ഞെടുപ്പിന് മുമ്പേ ഗപ്പ് കിട്ടിയ നേതാക്കളുടെ മാസ്മരിക പ്രകടനത്തിൽ നിന്ന് നമുക്ക് പൊതുജനം കഴുതയല്ല സാറിന്റെ മറ്റു വാർത്തകളിലേക്ക് കടക്കാം. സ്ഥലം കാസർഗോഡ് DCC ഓഫീസ്. കഴുത്തിന് പിടിയും ഉഗ്രൻ തൊഴിക്കലുമാണ് കലാപരിപാടി. രംഗത്ത് DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലും ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് വാസുദേവനും. ഗംഭീര സംഘടന രംഗമാണ്. അടിയോടടി, കോളറിൽ പിടിക്കുന്നു, മൂക്കിലിടിക്കുന്നു, ചവിട്ടുന്നു. കഥാസാരം: സീറ്റ് വിഭജനത്തിന്റെ പേരിലാണ് ഈ സംഘർഷം. ഈസ്റ്റളേരി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയം അങ്ങനെ ജഗപുകയായി. DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ മുൻപ് കോൺഗ്രസ് വിട്ട് DDF എന്നൊരു സംഘടന രൂപീകരിച്ചിരുന്നു. പിന്നീട് ജെയിംസ് പന്തമാക്കൽ ഉൾപ്പെടെ 7 പേർ കോൺഗ്രസിൽ തിരിച്ചെത്തി. ഈ 7 പേരെയും സ്ഥാനാർത്ഥികളാക്കണമെന്നായി പന്തമാക്കൽ. 5 സീറ്റ് നൽകാമെന്ന് ജില്ലാ നേതൃത്വം സമ്മതിച്ചു. പിന്നാലെ DCC പ്രസിഡന്റ് PK ഫൈസൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരായ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപമായി. ഇതോടെ 2 സീറ്റ് കൊടുത്താൽ മതിയെന്നായി നേതൃത്വം. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കാസർഗോഡ് എത്തിയ KPCC വൈസ് പ്രസിഡന്റ് M. ലിജുവിന്
തെരഞ്ഞെടുപ്പിലെ പ്രാദേശിക വികാരം മനസ്സിലാക്കാനായി. ഇനി അന്വേഷണത്തിനൊരുങ്ങുകയാണെന്ന പ്രഖ്യാപനവും നടത്തി. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ നേരിട്ട് കണ്ടില്ല, ഇപ്പോൾ ഇവിടെ പറഞ്ഞ് കേട്ടതാണ്. അത്തരത്തിൽ സംഘർഷങ്ങൾ ഇവിടെ വളരെ സ്മൂത്തായി കാസർഗോഡ് സ്ഥാനാർത്ഥി നിർണ്ണയം ഏകദേശം 95% പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ അത് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഉണ്ടായതെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അന്വേഷിച്ച് അത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകി. നേതാക്കൾക്കും പ്രവർത്തകരും ചൂടൻ സംഘടന രംഗം സമ്മാനിച്ച ജെയിംസ് പന്തമാക്കൽ ഇപ്പോൾ ഇതൊക്കെ എന്ത് എന്ന നിലപാടിലാണ്. ഞാൻ 2022 പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പാർട്ടിയിലേക്ക് വന്ന ആളാണ്. മെമ്പർ സ്ഥാനം രാജിവെച്ച ആളാണ്. ഇനി പഞ്ചായത്തിൽ മത്സരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്ന ആളല്ല. പക്ഷേ പാർട്ടിയിൽ യുവാക്കൾക്കും അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങൾക്കും കൃത്യമായി നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് DCC വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസലിനും ചിലത് പറയാനുണ്ട്. നമ്മൾ ഉള്ളിൽ ചർച്ച ചെയ്യുന്ന സമയത്താണ് ഇതുണ്ടായിട്ടുള്ളത്. ഒരു തർക്കവും വേണ്ട. അത് കൃത്യമായി അന്വേഷണം നടത്തി DCC ഓഫീസിൽ നടന്ന ഒരു സംഭവമായതുകൊണ്ട് നമ്മുടെ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയല്ല, അത് കൃത്യമായി അന്വേഷണം നടത്തി കൃത്യമായി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് പാർട്ടി മുമ്പോട്ട് പോകും. കാസർഗോഡ് DCCയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് തൃശൂർ DCC ഓഫീസിലേക്കാണ്. അവിടെ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെ ഉപരോധിച്ചത് കോൺഗ്രസ് പ്രവർത്തകരാണ്. മറ്റത്തൂരിൽ പണം വാങ്ങി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു എന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആരോപണം. പക്ഷേ ഉപരോധത്തെയോ ആരോപണത്തെയോ കുറിച്ച് പരസ്യ പ്രതികരണം വേണ്ടെന്നാണ് നേതാക്കളുടെ നിർദ്ദേശം. ഏതായാലും കാണാൻ പോകുന്ന പൂരമല്ലേ, പറഞ്ഞറിയിക്കുന്നില്ല. പൊതുജനം കഴുതല്ല സാർ എന്ന് മാത്രം പറയാം. പൊതുജനം കഴുതയല്ല സാർ. ആശാ സിംഗപ്പൂർ ആദ്യത്തെ വാർത്തയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തയെക്കുറിച്ച് പറയുന്നത്, അയ്യപ്പന്റെ മുതൽ കട്ട് തിന്നിട്ടും ചിരിച്ചു കാണിക്കാൻ ഇവർക്കൊന്നും ഒരു നാണവുമില്ലേ, കഷ്ടം തന്നെ, നല്ല തൊലിക്കട്ടിയാണ് എൻ്റെ പൊന്നോ എന്നാണ് ആശാ സിംഗപ്പൂർ പറയുന്നത്. സംഘടന രംഗവുമായി ബന്ധപ്പെട്ട് സീന മുഹമ്മദ് പറയുന്നു, നല്ല കലാപരിപാടി, കുഞ്ഞുങ്ങൾ കാണരുത് എന്നുകൂടി പറയണേ എന്ന കാര്യം. അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സംഘടന രംഗം കണ്ടു കഴിഞ്ഞെങ്കിൽ പ്രേക്ഷകർക്ക് ഇനി ഒരു കസേര കളിയിലേക്ക് പോകാം. സംസ്ഥാനത്തെ ഒരു നഗരസഭ നിലവിൽ വന്നിട്ട് 15 വർഷമായി. ഈ 15 വർഷത്തിനിടെ നഗരസഭ ഭരിച്ചത് 15 അധ്യക്ഷന്മാരാണ്. ചെയർമാനും ചെയർപേഴ്സണും ഒക്കെയായി 8 പേർ വന്നിട്ടുണ്ട്. 7 പേർ ആക്ടിംഗ് ചെയർമാൻമാരായിരുന്നു. പക്ഷേ കൂറുമാറ്റവും അധികാരത്തിനുള്ള പിടിവലിയുമായി ഒരാൾക്കും ആ അധ്യക്ഷ കസേരയിൽ ഒരു വർഷമെങ്കിലും ഒന്നുറച്ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ത്യാഗമാണല്ലോ എന്നോർക്കുമ്പോഴാണ് ഒരു മനസമാധാനം. കാണാം, എന്തതിശയമേ അധ്യക്ഷ കസേര, എത്ര മഹത്തരമേ. തൃക്കാക്കരയിൽ കണ്ടതുപോലുള്ള കസേരകളിയും കാലുമാറ്റവും സംസ്ഥാനത്തിന്റെ മറ്റൊരു നഗരസഭയും കണ്ടിട്ടുണ്ടാകില്ല. ചൂടുപിടിച്ച രാഷ്ട്രീയത്തിനപ്പുറം അല്പം കൗതുകമുള്ളതാണ് തൃക്കാക്കരയുടെ രാഷ്ട്രീയ ചിത്രം. തൃക്കാക്കരയിൽ നോക്കിയാൽ അധ്യക്ഷ പദവിയുടെ കാലയളവ് 1 വർഷമാണോ എന്ന് ആരും സംശയിച്ചു പോകും. കൂറുമാറ്റവും കസേരയ്ക്കുള്ള പിടിവലിയും തൃക്കാക്കരയിൽ നടന്നതുപോലെ സംസ്ഥാനത്ത് മറ്റെവിടെയും നടന്നിട്ടില്ല. 2010-ലാണ് പഞ്ചായത്തായിരുന്ന തൃക്കാക്കരയെ നഗരസഭയായി ഉയർത്തിയത്. അന്നു മുതൽ LDFും UDFും ഇവിടെ മാറി മാറി ഭരിക്കുന്നു. നഗരസഭ രൂപം കൊണ്ടപ്പോൾ കോൺഗ്രസിലെ PI മുഹമ്മദ് അലി ആയിരുന്നു ആദ്യ ചെയർമാൻ. മുന്നണി ധാരണ പ്രകാരം 2013 ഡിസംബറിൽ മുഹമ്മദ് അലി രാജിവെച്ച് ലീഗിലെ ഷെറീന ഷുക്കൂറിന് പദവി കൈമാറി. അധ്യക്ഷ പദവിയിൽ ഷെറീന 1 മാസം പോലും തികച്ചില്ല. 2014 ജനുവരിയിൽ ഷാജി വാഴക്കാല അധ്യക്ഷ പദവിയിലെത്തി. 11 മാസം കഴിഞ്ഞ് വീണ്ടും ഷെറീന ഷുക്കൂറിന് നറുക്കു വീണു. വെറും 20 ദിവസമായിരുന്നു അധികാരത്തിലിരുന്നത്. വീണ്ടും PI മുഹമ്മദ് അലി അധ്യക്ഷനായി. 2015 നഗരസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPIഎമ്മിലെ KK നീനു അധ്യക്ഷയായി. അവിശ്വാസ പ്രമേയത്തിലൂടെ 2018 നീനുവിനെ പുറത്താക്കി കോൺഗ്രസിലെ മേരി കുര്യൻ അധ്യക്ഷ പദവിയിലെത്തി. MT ഓമന, ഷീല ചാരു, KT എൽദോ, ഉഷ പ്രവീൺ, അജിത തങ്കപ്പൻ, AA ഇബ്രാഹിംകുട്ടി, സ്മിത സണ്ണി, രാധാമണി പിള്ള തുടർന്നങ്ങോട്ട് അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടുണ്ട്. കാലാവധി പൂർത്തിയാക്കാൻ കഴിയാത്തത് വികസന പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകുന്നുണ്ടെന്ന് തുറന്നു സമ്മതിക്കുകയാണ് നിലവിലെ അധ്യക്ഷ രാധാമണി പിള്ള. നാളേക്കുള്ളൊരു പ്രതീക്ഷയാണല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ അതുപോലെ വികസനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഭൂരിപക്ഷം ഉണ്ടാവണം, എന്നാൽ മാത്രം നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ നമ്മുടെ ഗവൺമെന്റിന്റെ തീരുമാനം തന്നെ അതാണ്. അധികാര വടംവലിക്കുള്ള തിരിച്ചടി ജനവിധിയിലുണ്ടാകുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ. UDF ഒക്കെ ഏത് കാലത്തൊക്കെ പഞ്ചായത്തായിരുന്ന കാലഘട്ടത്തിൽ ഭരിച്ചിട്ടുണ്ടോ അവിടെ ലീഗിനും 5 ചെയർമാൻമാരുണ്ടാവും, വൈസ് ചെയർമാൻമാരുണ്ടാവും, കോൺഗ്രസിനും 5 വൈസ് ചെയർമാൻമാരുണ്ടാവും. അങ്ങനെ ഈ ഭരണം അവര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നോക്കം നയിക്കുന്ന തരത്തിലുള്ള ഭരണസമിതിയായിട്ടാണ് മുന്നോട്ട് പോയത്. പുതിയ ഭരണസമിതി അധികാരത്തിലേറിയാൽ
അധ്യക്ഷ പദവിക്ക് വേണ്ടി രാഷ്ട്രീയ നാടകം കാണേണ്ടി വരുമോ എന്ന കൺഫ്യൂഷനിലാണ് വോട്ടർമാരും. നിതിൻ അംബുജൻ, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. എബ്രഹാം തോമസ് പറയുന്നു, ഇലക്ഷൻ എന്നാൽ കസേരകളിൽ മാത്രം, സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയുള്ള കസേരകളിയെന്ന്. ജോസ്വിൻ ജോസഫ് പറയുന്നു, ഇലക്ഷന് കസേര കിട്ടിയാൽ പിന്നെ ആളുകൾ മാറും, പോക്കറ്റ് വീർപ്പിക്കാനുള്ള തിരക്കെന്ന്. ഇങ്ങനെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടും നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് വിശേഷത്തിലേക്കാണ്. സംസ്ഥാനത്താകെ തെരഞ്ഞെടുപ്പ് വൈബ് പടരുമ്പോൾ ഇതൊന്നുമില്ലാത്ത ഒരു നഗരമുണ്ട് ഈ കേരളത്തിൽ. അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പുമില്ല, ആരവവുമില്ല. എന്നാൽ ആ നഗരവാസികൾക്ക് ചുറ്റും ഇലക്ഷൻ വൈബാണ്. ഏതാണ് ആ സ്ഥലമെന്നല്ലേ കാണാം. ജില്ലാ പഞ്ചായത്തിൽ നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ബേസിൽ ജോണിനെ ജീവിപ്പിക്കണമെന്ന് സീറ്റ് കിട്ടിയവരുടെ സന്തോഷം, കിട്ടാത്തവരുടെ സങ്കടം, കൂടുമാറ്റം. ഫ്ലെക്സുകൾ, ബാനറുകൾ, പോസ്റ്ററുകൾ, ചുവരെഴുത്തുകൾ, സ്ഥാനാർത്ഥികളുടെ വമ്പൻ പ്രചാരണവും നേതാക്കളുടെ പ്രസംഗവും. കേരളം അങ്ങനെ തെരഞ്ഞെടുപ്പ് ചൂടിൽ കത്തി നിൽക്കുമ്പോഴും ഇതൊന്നും മട്ടന്നൂർ നഗരസഭയെ ഏശിയിട്ടില്ല. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പ് ഇപ്പോഴല്ല. മട്ടന്നൂർ നഗരസഭയ്ക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? 1962 പഴശ്ശി, പൊറോറ, കോളാരി എന്നീ പ്രദേശങ്ങൾ സംയോജിപ്പിച്ചാണ് മട്ടന്നൂർ പഞ്ചായത്ത് രൂപീകരിച്ചത്. 28 വർഷങ്ങൾക്ക് ശേഷം 1990 EK നയനാർ സർക്കാർ മട്ടന്നൂർ നഗരസഭയാക്കി. എന്നാൽ പിന്നീട് വന്ന കരുണാകരൻ സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത കാരണമാക്കി മട്ടന്നൂർ പഞ്ചായത്തായി തുടരട്ടെ എന്ന് തീരുമാനിച്ചു. ഇത് പിന്നീട് വലിയ നിയമ പോരാട്ടത്തിന് വഴിവെച്ചു. 1996 LDF തിരിച്ചധികാരത്തിൽ വന്നതോടെ മട്ടന്നൂർ വീണ്ടും നഗരസഭയായി മാറി. ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് 1997. മറ്റെല്ലായിടത്തും 95 തദ്ദേശ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഇതോടെ മട്ടന്നൂർ 2 വർഷം പിന്നിലായി. സംസ്ഥാനത്താകെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മട്ടന്നൂർ ശാന്തമാണ്. ഈ സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളൊന്നുമില്ല, ആരോപങ്ങളൊന്നും ഇവിടെയില്ല. 91 നഗരസഭയായി ഉയർത്തിയപ്പോൾ കുറച്ച് ആളുകൾ പോയി കേസിനൊക്കെ പോയി ഹൈക്കോടതി സ്റ്റേ വാങ്ങി. 96 LDF ഗവൺമെൻറ് വീണ്ടും നഗരസഭയ്ക്ക് ഉയർത്തി. അപ്പോഴാണ് തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചത്. നമുക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്റ്റേറ്റിലുള്ള മൊത്തം രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ എത്താറുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ മുഴുവൻ ശ്രദ്ധയും മട്ടന്നൂരിൽ മാത്രമാകും. നേതാക്കളെ കൊണ്ട് മട്ടന്നൂർ നിറയും. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ഇതൊരു വലിയ ജനാധിപത്യ പ്രക്രിയയാണ്. നമ്മുടെ കേരളത്തിനകത്ത് മാതൃകാപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു. നമ്മുടെ സർക്കാർ തന്നെ ഏറ്റവും ഉയർന്ന രീതിയിലുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് കരുത്തും കരുതലും നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറും. ഇലക്ഷൻ പ്രവർത്തനത്തിനും ആരവങ്ങൾക്കുമായി മട്ടന്നൂരിലെ നേതാക്കളും പാർട്ടി പ്രവർത്തകരും സമീപ പ്രദേശങ്ങളിലേക്ക് പോകും. സമീപ പഞ്ചായത്തുകളിലും തെരഞ്ഞെടുപ്പിൻ്റെ കുട്ടിഘോഷം വരുമ്പം നമുക്കിവിടെ തെരഞ്ഞെടുപ്പില്ല, അങ്ങനെ തിരക്കില്ല. എന്നാലും നമ്മൾ വർക്കിന് പോകണം മറ്റുള്ള സ്ഥലത്ത്. അപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പില്ലാത്തതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി 2027 നമുക്ക് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതാണ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മട്ടന്നൂർ നഗരസഭയ്ക്കും ബാധകമാണ്. ചില ഇളവുകൾ ലഭിക്കുമെന്ന് മാത്രം. മട്ടന്നൂർ നഗരസഭയിൽ ഇനി തിരഞ്ഞെടുപ്പ് വരിക 2027 സെപ്റ്റംബറിലാണ്. മട്ടന്നൂർ നഗരസഭ കൂട്ടത്തിലെ കൊമ്പനായി മാറിയത് എങ്ങനെയാണെന്ന് വ്യക്തമായല്ലോ. എന്തായാലും ഇനിയും 1.5 വർഷം കൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെയായിരിക്കും. ക്യാമറാമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24, കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ CPIM ജനറൽ സെക്രട്ടറി MA ബേബി മാധ്യമപ്രവർത്തകരെ കാണുന്നു തത്സമയ സംപ്രേഷണത്തിൽ. ജനാധിപത്യ മുന്നണിയുടെ നിലപാട് വളരെ വ്യക്തമാണ്, ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റോ കുറ്റമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ ഒരാളെപ്പോലും സംരക്ഷിക്കാൻ പാർട്ടിയോ ഗവൺമെൻറ്റോ തയ്യാറാവുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പങ്കുണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷണത്തിന് തുടർന്നുള്ള ഘട്ടങ്ങളിൽ വെളിപ്പെടും. അപ്പോൾ അതിന്മേൽ എന്തെങ്കിലും ഒരു വിധി ഇപ്പോൾ പറയുന്നതിനകത്ത് അർത്ഥമില്ല. അപ്പം അന്വേഷണത്തിൽ ഗവൺമെൻറ്റിൻ്റെ LDF ഗവൺമെൻറ്റിന് രാഷ്ട്രീയമായ യാതൊരു ഇടപെടലുകളും ഇല്ല. അക്കാര്യം നിങ്ങൾ മാധ്യമങ്ങളെല്ലാം സമ്മതിച്ചു തരും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, അതെല്ലാം അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ആണോ ദേവസ്വം ബോർഡിൻ്റെ ആണോ അവിടെയുള്ള ഏതാനും ചില ഉദ്യോഗസ്ഥന്മാരുടേതാണോ ആ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കൂട്ടുചേർന്ന് മറ്റാരുടെയെങ്കിലും ആണോ അതെല്ലാം വെളിപ്പെടാനിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഊഹാപോഹത്തിൽ ഏർപ്പെടേണ്ട.
അന്വേഷിക്കില്ല, അന്വേഷണ സംഘം അവർക്ക് സ്വതന്ത്രമായി മുമ്പോട്ട് പോകാം തുടർന്ന്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതല്ലേ കേരളത്തിലെ പാർട്ടി ആലോചിക്കേണ്ട കാര്യമാണ്. ഓക്കെ, വളരെ സന്തോഷം. ഇപ്പോൾ അല്പം മുമ്പ് പ്രേക്ഷകർ കണ്ട ആ ദൃശ്യമുണ്ടല്ലോ, എം എ ബേബി സംസാരിക്കുമ്പോൾ തന്നെ അതിനൊപ്പം കാണിച്ചിരുന്ന ദൃശ്യം, അത് എ പത്മകുമാർ, അദ്ദേഹം വൈദ്യപരിശോധനയ്ക്ക് വിധേയനാകുന്ന ദൃശ്യമാണ്. അത് ഞങ്ങളുടെ 24-ൻ്റെ തിരുവനന്തപുരത്തെ സാരഥിയായിട്ടുള്ള ശ്രീജു മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണിത്. ശ്രീജു തന്നെയാണ് പത്മകുമാർ സാറേ എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ ഫോണിനെ നോക്കി, ആ ക്യാമറയെ നോക്കി ചിരിക്കുന്നു എ പത്മകുമാർ. ആ ദൃശ്യങ്ങൾ പകർത്തിയത് തിരുവനന്തപുരം ബ്യൂറോയിലെ ഡ്രൈവറും മികച്ച ഒരു ക്യാമറമാൻ കൂടിയായ ശ്രീജു എസ് ആണ്. രവികുമാർ PB എന്ന പ്രേക്ഷകൻ പറയുന്നു, നഗരസഭയ്ക്ക് വരുമാനം കൂടുമ്പോഴാണ് അതിൽ കൈയിട്ട് വാരാൻ തമ്മിലടിക്കുന്നത്. വരുമാനം ഇല്ലെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന്. അത് നേരത്തെ തൃക്കാക്കര നഗരസഭ 15 വർഷമായി രൂപീകരിച്ചിട്ട് ഈ 15 വർഷത്തിനിടെ 15 അധ്യക്ഷർ ആ നഗരസഭയ്ക്ക് വന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു പ്രതികരണം പ്രകാശ് എന്ന പ്രേക്ഷകൻ്റെ, KS പ്രകാശ് ആലുവ എന്ന പ്രേക്ഷകൻ പറയുന്നു, ഒരു കൊച്ചു ഓടിട്ട കെട്ടിടത്തിൽ ഞങ്ങൾ 6 പേർ തൃക്കാക്കര പഞ്ചായത്തിൽ ജോലിയെടുത്തപ്പോൾ ഒരു കാലുമാറ്റവും കണ്ടില്ല. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയായി അത് വളർന്നു. അതുകൊണ്ട് അഴിമതിയും അധികാരവും ഒക്കെ വളർന്നതാണ് കാരണം എന്ന് പ്രകാശ് ആലുവയും പറയുന്നുണ്ട്. ശരിയാണ്, തൃക്കാക്കര നഗരസഭയെ സംബന്ധിച്ച് കേരളത്തിൽ ഏറ്റവും അധികം വരുമാനം കിട്ടുന്ന നഗരസഭകളിൽ ഒന്നാണ് ഈ തൃക്കാക്കര നഗരസഭ. 128 കോടി രൂപയാണ് ഈ തൃക്കാക്കര നഗരസഭയുടെ വരുമാനം എന്ന് പറയുന്നത്. അത് ഈ വർഷം തന്നെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന വരുമാനം 188 കോടി രൂപയാണ്. ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി, പ്രധാനപ്പെട്ട IT ഹബ്ബുകൾ, വലിയ കെട്ടിട സമുച്ചയങ്ങൾ, ഇതൊക്കെയുള്ള നഗരസഭയാണ് ഈ തൃക്കാക്കര നഗരസഭ. അവിടെയാണ് അധ്യക്ഷന്മാർ ഒരു വർഷം പോലും തികച്ച് ആ കസേരയിൽ ഒന്നുറച്ചിരിക്കാൻ കഴിയാത്തത് എന്ന കാര്യം കൂടി ശ്രദ്ധേയമാണ്. ഇനി പൊതുജനം കഴുതയല്ല സാർ പോകുന്നത് മറ്റൊരു വിശേഷത്തിലേക്കാണ്. റോഡരികിലാണ് വീട്. അത് ഗമയ്ക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? റോഡിലേക്ക് ഇറങ്ങാൻ മാർഗമില്ല. സ്വന്തം സ്ഥലം റോഡിന് സൗജന്യമായി വിട്ടു നൽകിയ ഒരു വീട്ടമ്മ ശരിക്കും വെട്ടിലായിരിക്കുകയാണിപ്പോൾ. ആ പുലിവാൽ വിശേഷത്തിലേക്കാണ് ഇനി. പത്തനംതിട്ട നഗരസഭയിലെ തേങ്ങാപ്പാറ ചുരുളിക്കോട് റോഡ് ചെറിയ ഇടവഴി മാത്രമായിരുന്നിടം പ്രദേശവാസികൾ സ്ഥലം വിട്ടു നൽകിയതോടെയാണ് കോൺക്രീറ്റ് റോഡായത്. തറനിരപ്പിൽ നിന്ന് അത്യാവശ്യം ഉയരത്തിൽ റോഡ് നിർമ്മിച്ചു. റോഡെന്ന ആഗ്രഹം പൂർത്തീകരിക്കാനായി 1.5 സെന്റ് സ്ഥലമാണ് ദീനാമ വിട്ടു നൽകിയത്. പക്ഷേ റോഡിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ദീനാമയ്ക്ക് വീട്ടിലേക്ക് ഇങ്ങനെ വേണം ഇറങ്ങാൻ. സർക്കസ് പഠിച്ചാൽ മാത്രമേ ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് കയറാൻ കഴിയൂ എന്നതാണ് സ്ഥിതി. മറ്റെല്ലാ വീട്ടിലേക്കും പടികൾ നിർമ്മിച്ചു നൽകി. അന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റെപ്പ് ഇടാമെന്നുള്ള വ്യവസ്ഥയിൽ എല്ലാവർക്കും സ്റ്റെപ്പ് ഇടുമല്ലോ, അത് വെച്ചിട്ട് ഞാനും ഓർത്ത് എനിക്ക് സ്റ്റെപ്പ് ഇട്ട് തരും എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെയാണ് ഞാൻ വസ്തു വിട്ടുകൊടുത്തത്. ഞാനിവിടെ വരുമ്പോഴെല്ലാം ഇവിടെ ഭയങ്കര പണിയാണ്, ജോലിയാണ്, എല്ലാവരും മേശരിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് സ്റ്റെപ്പ് ഇടുന്നത്? അത് ചേച്ചി സ്റ്റെപ്പ് ഇട്ട് തരും. ഇറങ്ങുന്ന ഞാൻ ചാടി ഇറങ്ങണം, കാലൊടിഞ്ഞു പോകും. നഗരസഭയിലും കളക്ടറേറ്റിലും എല്ലാം പരാതി നൽകി കാത്തിരിക്കുകയാണ് ദീനാമ. ചെറിയ വീട്ടിൽ കുടുംബമായി താമസിക്കുന്ന രത്നമ്മയുടെ അനുഭവം മറ്റൊന്നാണ്. കാഴ്ചാപരിമിതിയുള്ള രത്നമ്മയുടെ വീടിന്റെ പുറത്തുള്ള ശൗചാലയത്തിന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെ. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും ജീവൻ പണയം വെച്ച് വേണം പോകാൻ. റോഡ് പണിക്കായി കല്ലെടുത്തതോടെയാണ് ഈ അപകട സാധ്യത. പണി പൂർത്തീകരിച്ച ശേഷം പ്രശ്നം പരിഹരിച്ചു നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും നടന്നില്ല. കക്കൂസിൻ്റെ എല്ലാം കെട്ടിത്തരാ എന്നും പറഞ്ഞുകൊണ്ട് മെമ്പർ വന്ന് പറഞ്ഞത്. ഇത് കെട്ടിത്തരാന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങോട്ടെടുത്ത് ഇല്ല അതുപോലെ സഹായിച്ചു തരാമെന്ന്. റോഡ് പണി കഴിഞ്ഞ് ചോദിച്ചണേം പറഞ്ഞു പിന്നീട് വന്ന് ചെയ്തു തരാമെന്ന്. എനിക്ക് താഴോട്ടൊന്നും ഒരാളെ ആശ്രയമില്ലാതെ അങ്ങോട്ട് ഇറങ്ങാനൊക്കത്തില്ല. എനിക്ക് നടക്കാനും പറ്റത്തില്ല, കണ്ണും കാണത്തില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ചാൽ പ്രശ്നം പരിഹരിച്ചു തരാമെന്നാണത്രേ ഇപ്പോൾ ഇവരുടെ മെമ്പർ പറയുന്നത്. പ്രദേശവാസികളുടെ യാത്രാ ദുരിതം പരിഹരിക്കാനാണ് ഇവിടെ ഒരു റോഡ് പണി ആരംഭിച്ചത്.
പണിക്ക് ശേഷം ഇവിടുത്തെ 2 കുടുംബങ്ങൾക്ക് സമാനതകളില്ലാത്ത ദുരിതമാണ്. ഇതെന്തൊരു പണി എന്നാണ് ഇന്നാട്ടുകാർ തന്നെ മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുന്നത്. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം സലിം മാലിക്, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയുടെ ഇന്നത്തെ ഈ അധ്യായം അവസാനിക്കുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എ പത്മകുമാറിന്റെ അറസ്റ്റാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും കോന്നിയിലെ മുൻ MLAയുമായിരുന്ന എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. വൈദ്യപരിശോധനയ്ക്ക് അദ്ദേഹത്തെ വിധേയനാക്കിയപ്പോൾ കൊല്ലത്ത് വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങളടക്കം ഇനി തുടർന്നുള്ള ബുള്ളറ്റിനുകളിൽ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് 24 തത്സമയം തന്നെ എത്തിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.